നീറ്റ് 2026 നല്ലൊരു റാങ്ക് നേടണമെന്ന ലക്ഷ്യവുമായി ബെർലിനിലേക്ക് കടന്നു വന്ന അലൻ വിജയ്. അലന്റെ നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടത്തിൽ തന്നെ അലനെ തേടി ഒരു സംസ്ഥാന അവാർഡ് എത്തുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച VHSC NSS വോളണ്ടിയറിനുള്ള അവാർഡാണ് അലന് ലഭിച്ചത്. അലന് ആതുര ശുശ്രൂഷ മേഖലയിൽ സേവനമനുഷ്ഠിക്കണമെന്ന ആഗ്രഹം തോന്നിത്തുടങ്ങിയതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത രോഗികളുടെ അടുത്തെത്തി ആശ്വാസത്തിന്റെ വെളിച്ചം പകർന്നൊരു കഥ. ഹായ്, എൻ്റെ പേര് അലൻ. ഇതെൻ്റെ നാട് മേരിലാൻഡ്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്കൊരു അവാർഡ് ലഭിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച VHSC NSS വോളണ്ടിയർ അവാർഡാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ബ്രില്യൻറ്റിൽ നിന്ന് ഒരു MBBS സീറ്റ് കിട്ടിയ ഒരു സക്സസ് സ്റ്റോറി പറയാനാണ് വന്നിരിക്കുന്നത്. അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാനിപ്പം ബ്രില്യൻറ്റിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്. പലർക്കും പല രീതിയായിരിക്കും ഒരു ഡോക്ടറാണെന്ന് സ്വപ്നം വരുന്നത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരു ഡോക്ടറാണെന്നുള്ള സ്വപ്നം വന്നത്. കാരണം ഞാനിവിടെ പാലിയേറ്റീവിൽ വോളണ്ടിയർ ആയിരുന്ന സമയത്ത് ഞാൻ രോഗികളെ കാണുകയും അവരുമായിട്ട് സംഭാഷണം ഏർപ്പെടുകയും അവരുമായിട്ട് വന്ന ഇൻട്രാക്ഷനും അതിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു ഡോക്ടറാവാൻ എനിക്ക് മോട്ടിവേഷൻ പകർന്നത്. നമ്മൾ കോളേജുകളിലും സ്കൂളിലൊക്കെ സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുമ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇവർ ട്രെയിനിങ്ങിനായിട്ട് വോളണ്ടറി ട്രെയിനിങ്ങിനായിട്ട് വന്നവർക്ക് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ മാനസികാവസ്ഥയിലും ഒത്തിരി മാറ്റങ്ങൾ വരാൻ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രായം എന്ന് പറഞ്ഞാൽ തൊട്ടാൽ പൊള്ളുന്ന പ്രായമാണ്. പല രീതിയിലും മയക്കുമരുന്ന്, മദ്യം അങ്ങനെയുള്ളതിലേക്ക് വഴിമാറി പോകാൻ ചാൻസ് ഉള്ള ഒരു പീരീഡും കൂടെയാണ്. പക്ഷേ വൺസ് പാലിയേറ്റീവ് കെയറിൽ വന്ന് അതിലുള്ള ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ, അതായത് വീട്ടിൽ കിടപ്പായി നിൽക്കുന്ന രോഗികളെയും അങ്ങനെയുള്ളവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഈ രീതിയിൽ ഉള്ള സപ്പോർട്ട് നേരത്തെ തൊട്ട് തുടങ്ങാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒത്തിരി ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്ക്. കാരണം ഇവർ ഫീൽഡിൽ പോകുന്ന ആരും അറിയാം. ഇവർക്ക് വളരെ ഇഷ്ടത്തോടുകൂടിയാണ് വോളണ്ടറി ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ പാലിയേറ്റീവ് കെയർ ടീമിൻ്റെ കൂട്ടത്തിൽ പോകാറുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് ഇത് മാറും ഈ ട്രെയിനിങ് നടത്തുന്നതിൽ. അപ്പോൾ അത് മറ്റ് കോളേജുകളിലും സ്കൂളിലും നേരത്തെ ആരംഭിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജില്ലാ ആശുപത്രി തൊടുപുഴയുടെ കീഴിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ 3 യൂണിറ്റായിട്ടാണ് നമ്മൾ ഹോം കെയർ നടത്തി വരുന്നത്. നമ്മുടെ ഈ ഹോം കെയറിൽ നമ്മൾ രോഗികളെ വീടുകളിൽ ചെന്ന് കാണുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം വീട്ടിൽ തന്നെ ലഭ്യമാക്കുകയും ചെയ്യുന്നു. രോഗികൾക്കാണെങ്കിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ മികച്ച ചികിത്സ കിട്ടാനായിട്ട് ഇത് വളരെ പ്രയോജനകരമാണ്. ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾ വീഡിയോ ഗെയിമിൻ്റെയും മറ്റു സോഷ്യൽ മീഡിയയുടെയും പുറകെ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ചെന്ന് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് NSSൻ്റെ പ്രവർത്തന ആക്ടിവിറ്റീസിൻ്റെ ഫീൽഡ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടും അലൻ നമ്മുടെ പാലിയേറ്റീവ് കെയറിൻ്റെ ആക്ടിവിറ്റീസുമായിട്ട് വളരെ അടുത്ത് തന്നെ ഇടപെടുകയുണ്ടായി. പാലിയേറ്റീവ് കെയർ ഞങ്ങൾ അധികമായി ഹോം വിസിറ്റുകളാണ് നടത്തിയിരുന്നത്. ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് ചെല്ലുകയും ആ രോഗിക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള മേരി ചേച്ചിയുടെ അടുത്താണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അവിടെ ഞങ്ങളുടെ ഹോം വിസിറ്റാണ് കാണാൻ പോകുന്നത്. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലെ ഇനിയും നിന്നുള്ളം നോവല്ലേ, അകാലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മൂക്കിലെ ഈ പൂവിൻ മേലെ മെല്ലെ പെയ്യില്ലേ, പാടാറും എൻ സ്നേഹത്തെ പാടെ മായ്ക്കാതെ ആകമേ. ഇപ്പം ഞങ്ങൾ ഹോം കെയറിന് വന്നേക്കുവാണ്. ഞങ്ങളുടെ മേരി ചേച്ചിയാണ്. പോളിയോ വന്ന് തളർന്നു പോയതാണ്. എന്നാൽ പോലും ചേച്ചി എല്ലാ ജോലികളും നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ചേച്ചിയെ കാണാൻ വന്നിരിക്കുകയാണ്.
എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് സഹായം ചോദിച്ചാലും പ്രാർത്ഥനയോടെ നമ്മുടെ കൈ പിടിച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി. അതുപോലെ തന്നെ ചേച്ചി പോളിയോ വന്ന് തളർന്നാൽ പോലും ചേച്ചിനെ അത് പുറകോട്ട് നിർത്തില്ലാത്ത രീതിയിൽ ചേച്ചി എല്ലാ ജോലിയും ചെയ്യും. വളരെ ഭംഗിയായിട്ട് ചേച്ചി കാര്യങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും പുഞ്ചിരിയോടെ വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണ് മേരി ചേച്ചി. എല്ലാ വർഷവും നമ്മുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കുടുംബസംഗമം നടത്താറുണ്ട്. ഡിസംബർ മാസത്തിലാണ് നമ്മൾ കുടുംബസംഗമം നടത്തുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ വയ്യാത്ത രോഗികളെ ഇവരെ ഒന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട്, ഇവർ വീടും പരിസരമായിട്ട് കഴിയുന്നവരാണ്. ഇവർ പുറം ലോകം കാണാൻ ഇവർക്ക് അങ്ങനെ സാധിക്കാറില്ല. കാരണം പുറത്തോട്ടിറങ്ങാനും പുറത്തുള്ള ആൾക്കാരെ കാണാനും ഇവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കുടുംബസംഗമം തൊഴിൽ മുനിസിപ്പാലിറ്റിയുടെ ജില്ലാ ആശുപത്രിയുടെ പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമ്മൾ കുടുംബസംഗമം നടത്താറുണ്ട്. ഇവരെല്ലാ രോഗികളെയും നമ്മൾ അങ്ങനെ വിളിച്ചൊരു സംഗമം നടത്തി അവർക്ക് വേണ്ട എൻജോയ്മെൻറ്റ് നടത്താറുണ്ട്. കാരണം ഇവരുടെ കലാ മത്സരങ്ങൾ, ഇവർ പാട്ട് പാടും, പിന്നെ ഇവർ ചെറിയ ചെറിയ ഗെയിമുകൾ ഇതൊക്കെ നടത്തി ഇവർക്ക് നമ്മൾ ഒരു ഉച്ചനേരത്തെ ഫുഡും കൊടുത്ത് ഇവരെ സന്തോഷത്തോടുകൂടി, ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. മേരി ചേച്ചി ഇവിടെ കൊണ്ട് ഇറക്കി കഴിയുമ്പോൾ മേരി ചേച്ചി എനിക്ക് ഭയങ്കര സന്തോഷമായി സിസ്റ്ററെ, ഇനിയും നിങ്ങൾ വരണം, നിങ്ങളെ നോക്കിയിരിക്കും എന്നൊക്കെ മേരി ചേച്ചിയെ പോലെയുള്ള രോഗികളും നമ്മളോട് പറയാറുണ്ട്. ഈ പിള്ളേർ ഇവിടെ വന്ന് ഡോക്ടറുമായിട്ട് പിള്ളേരുമായിട്ട് വന്നു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിവരെ പ്രത്യേകം കാത്തിരിക്കും. ഒരു സന്തോഷത്തോടെ കയറി വരും. ഇവരോടുള്ള വർത്തമാനം ഇടപെടലും ആകുമ്പോൾ എനിക്ക് സങ്കടം എന്നാന്ന് വെച്ചാൽ ഒരു ഡോക്ടർമാർക്ക് ഇവർക്ക് ഇങ്ങനെയാണോ നമ്മളോട് പെരുമാറണേന്ന് ഓർക്കുമ്പോൾ എനിക്ക്, അല്ലാതെ അസുഖങ്ങൾ വന്നൊന്നും ആശുപത്രി കിടന്നിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതേപ്പറ്റി ഒരറിവുമില്ല. അപ്പോൾ ഇവർ വന്ന് എൻ്റെ ഇടപെടൽ കാണുമ്പോൾ ഓർക്കും, ഇതെന്നാ ദൈവമേ, ഇതൊക്കെയാണല്ലോ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ദൈവാനുഗ്രഹവും. ഇവർ കയറി വരുമ്പോഴുള്ള ആ സന്തോഷവും ഇവർ ഇടപെടുന്ന ആ സന്തോഷം ഞാൻ എന്നിട്ട് വൈകുന്നേരം ഇവിടെ എൻ്റെ ആൾക്കാരില്ലെങ്കിൽ ഞാൻ അപ്പം വന്ന് കയറണേ, ഇത്രയും പേര് വന്നു ഇന്നതാന്ന് പറയുമ്പോഴത്തേക്കും അവർക്കും വലിയ സന്തോഷം, എനിക്കും സന്തോഷം. ഇച്ചിരി ദിവസങ്ങൾ മാറിപ്പോയി ഞാൻ അപ്പം തന്നെ വന്നില്ലോ എന്ന് ഓർക്കും. അന്നേരം അവർ അതിൽ സന്തോഷത്തോടെ കയറി വരും. അപ്പോൾ എനിക്ക് അതിൽ സന്തോഷം, എനിക്ക് ദുഃഖമില്ല കേട്ടോ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ മേരി ചേച്ചി കണ്ടില്ലേ, എന്ത് പാവാലേ. ഇതുപോലെ അനേകം രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പം ഒരു രോഗിയെ നമുക്ക് രണ്ട് രീതി നോക്കാം. മരുന്ന് കൊടുക്കാം, സ്നേഹവും കൊടുക്കാം. അങ്ങനെ സ്നേഹം കൊടുക്കുന്നതിലൂടെ അവർ നമുക്ക് തരുന്ന സന്തോഷം നമുക്കത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ലാത്തൊരു സന്തോഷമാണ്. കാരണം അവരുടെ ആ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരി നമ്മുടെ ഉള്ളിൽ കീഴടക്കുന്ന ഒരു പുഞ്ചിരിയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ കണ്ടിരുന്നു. ആരും നോക്കാതെ ഒരു നേരം ഭക്ഷണം കൊടുക്കാനോ കുളിപ്പിക്കാനോ ഒന്ന് വസ്ത്രം മാറാനോ ആരും സഹായത്തിനോ കൂട്ടോ ഇല്ലാത്തൊരു ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ചേട്ടനെ ഓണക്കാലത്ത് ഞങ്ങൾ ചെല്ലുകയും കുളിപ്പിക്കുകയും മുടി വെട്ടുകയും ഷേവ് ചെയ്യുകയും നല്ലൊരു പുത്തൻ കോടി കൊടുക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല സന്നദ്ധ പ്രവർത്തനം ഒന്നായിട്ട് ഞാനതിനെ കൂട്ടുന്നു. കാരണം ഞാനൊരു ഡോക്ടർ ആവണമെന്നുള്ള സ്വപ്നം എന്നിൽ ഉൾത്തിരുന്ന ആ ദിവസങ്ങളിലാണ്. ഒരു ദിവസം നമ്മുടെ ഒരു രോഗി വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. പരിചരിക്കാൻ ആരുമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടെ അലൻ ആ വീട്ടിൽ കടന്നു ചെല്ലുകയും രോഗിയെ കുളിപ്പിച്ച് അവർക്ക് പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്ത് അവരെ ഷേവ് ചെയ്ത് എല്ലാം ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നു അത്. അപ്പോൾ ഒരു ഓണക്കോടി പോലെ ഡ്രസ്സ് കൊടുക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ ആ രോഗിയെ പരിചരിക്കുകയും ഉണ്ടായി. അതൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ്. കൂടാതെ ഇത് മാത്രമല്ല, വാക്സിനേഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പല നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും അലൻ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു സിൻസിയറായിട്ടുള്ള അപ്രോച്ചാണ് അലൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പം അലൻ്റെ മനസ്സിലൊരാഗ്രഹം ഒരു ഡോക്ടറാകണമെന്നാണ്. അപ്പോൾ അവനിപ്പോൾ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഈ അവാർഡ് കിട്ടിയ കാര്യം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അലന് നേർന്നുകൊള്ളുന്നു. താങ്ക് യു. അപ്പം എൻ്റെ പാഷൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്നോളം 2-3 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് കേരള സംസ്ഥാന ശാസ്ത്രമേള 2022-23 വർഷം എനിക്ക് സംസ്ഥാനത്ത് 2ാം സ്ഥാനം. പ്രവൃത്തി പരിചയമേളയിൽ എക്കണോമിക് ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റം ആൻഡ് വെജിറ്റബിൾ ഫുഡ് പ്രിസർവേഷൻ, പാചകം, അത് എനിക്ക് കിട്ടിയിരുന്നു.
അതുപോലെ തന്നെ 2023-24 വർഷവും എനിക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡും 2024-25 വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്റ്റേറ്റിൽ ഇപ്പം സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് മികച്ച വോളണ്ടിയറിനുള്ള സംസ്ഥാനതല പുരസ്കാരം ലഭിച്ചു. എൻ്റെ ശരിക്കുമുള്ള റിവാർഡ് എന്ന് പറയുന്നത് ഇതല്ല. ഞാൻ കാണുന്ന രോഗികൾ അവരെ കണ്ടതിന് ശേഷം എനിക്ക് അവർ തരുന്ന ആ ഒരു ആഫ്റ്റർ എനിക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും അവർ തരുന്ന ആ പുഞ്ചിരിയാണ് എൻ്റെ ഏറ്റവും വലിയ റിവാർഡ്. ആലനെ എനിക്ക് കുറേ വർഷമായിട്ട് അറിയാവുന്നതാണ്. വളരെ ഒരു ചെറിയ കുട്ടിയായപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് വന്ന് തുടങ്ങിയതാണ്. ആലൻ്റെ ക്യൂരിയോസിറ്റി, ഇൻക്വിസിറ്റീവ്നെസ്, അതൊക്കെ എന്നെ ചെറുപ്പം തൊട്ടേ, അവൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ അതെപ്പോഴും നോട്ടീസ് ചെയ്തിരുന്നതും ഒരു കൗതുകം എനിക്ക് എപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേരുടെ വളരെ ചുരുക്കമായിട്ടാണ് അത് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതൊരു കാര്യം പറഞ്ഞാലും അതിൽ ഇൻഡെപ്ത് ആയിട്ട് അതിനെക്കുറിച്ച് വായിച്ച് അതിനെക്കുറിച്ച് എന്നോട് എന്നിട്ട് പിന്നീട് പറയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ NSSൻ്റെ ആയാലും ഇപ്പം ഈ ബെസ്റ്റ് വോളണ്ടിയർ അവാർഡ് കിട്ടിയതും ഒട്ടും എന്താ പറയുക സർപ്രൈസിങ് അല്ല. എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും അത്രയും 100% എഫേർട്ടും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഏതൊരു കാര്യത്തിനായാലും ചെയ്യുമായിരുന്നു. ഇപ്പം ആലൻ കാരിക്കോട് പോയിട്ട് വോളണ്ടിയർ വർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വൈകുന്നേരം ഇവിടെ വന്നിട്ട് ചോദിക്കും, ഞാൻ ഇവിടെയും കൂടെ കുറച്ച് വോളണ്ടിയർ വർക്ക് ചെയ്തോട്ടെ, അതിന് ഞാൻ ആരെയാ കാണണ്ടേ. അപ്പോൾ എത്ര എഫേർട്ട് ഇടാനും റെഡിയായിരുന്നു. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടണി, ഒരു എന്താ പറയുക, ഒരു വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണുള്ളത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സയൻറ്റിഫിക് നെയിംസ് വരെ അറിയുമായിരുന്നു. അപ്പം ഭയങ്കര വ്യത്യസ്തമായ രീതിയിലായിരുന്നു അലൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നിയിരുന്നു അലൻ ഈ എഫേർട്ട് മുഴുവൻ ഒരു സ്ഥലത്തോട്ട് ഫോക്കസ് ചെയ്യാമെങ്കിൽ എന്തായാലും നീറ്റിലും അലന് ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഇപ്പം എൻ്റെ മോളായാലും ഇപ്പോൾ ബ്രില്യൻറ്റിലാണ്, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ 2 നീസസ് ബ്രില്യൻറ്റിലാണ് പഠിച്ചിരുന്നത്. അവർക്ക് 2 പേർക്കും ബ്രില്യൻറ്റിലൂടെയാണ് ഇപ്പം 2 പേരും MBBS ആണ് പഠിക്കുന്നത്. ഒരാൾ കോട്ടയം മെഡിക്കൽ കോളേജിലും ഒരാൾ അമൃതയിലും, കോയമ്പത്തൂർ അമൃതയിലുമാണ് പഠിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ആലനും ബ്രില്യൻറ്റിൽ എത്തിച്ചേരണം. അവിടെ എത്തിച്ചേർന്നാൽ എന്തായാലും ആലനും മെഡിസിൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആലനോട് ബ്രില്യൻറ്റിൽ തന്നെ ചേരണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാനിപ്പോൾ ബ്രില്യൻറ്റിലാണ്. ഏറ്റവും അധികം റിസൾട്ടുള്ള ഒരുപാട് ഡോക്ടർമാരെ സൃഷ്ടിച്ച ബ്രില്യൻറ്റിൽ ഒരുപറ്റം മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം ആത്മാർത്ഥമായി ഞാൻ പഠിക്കുകയാണ് എൻ്റെ ആത്മാർത്ഥമായ ലക്ഷ്യത്തിനു വേണ്ടി. വിദ്യാർത്ഥികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ബ്രില്യൻറ്റിലെ ഡയറക്ടർ ജോർജ് സാർ എന്നും മുൻപന്തിയിലാണ്. എനിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ സാർ എന്നെ ഒരുപാട് പ്രശംസിച്ചു. ബ്രില്യൻറ്റിൽ വെച്ച് എനിക്ക് ഒരു അവാർഡ് തന്നപ്പോൾ എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ കൂടിയായിരുന്നു അത്. എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അവരെനിക്ക് അതിലേക്ക് വഴി കാട്ടുകയും നന്മയിലൂടെ എങ്ങനെ നയിക്കണമെന്നും അവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ എന്നെ എപ്പോഴും കൈപിടിച്ച് നടത്തിയത് എൻ്റെ അച്ഛനും അമ്മയാണ്. ഡോക്ടർ ആകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിന് നന്ദി. Brilliant Study Center, India's #1 coaching center for NEET and JEE.